യേശുദേവന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവ സമൂഹം ഓശാന പെരുന്നാൾ ആചരിക്കുന്നു. ഇതിന്റെ ഭാഗമായി ദേവാലയങ്ങളിൽ പ്രത്യേക ചടങ്ങുകളും കുരുത്തോല പ്രദക്ഷിണവും നടന്നു. ഭൗതിക അധികാരത്തേക്കാൾ ഉപരിയായി സ്നേഹത്തിലൂടെയും വിനയത്തിലൂടെയും മനുഷ്യഹൃദയങ്ങൾ കീഴടക്കാമെന്ന സന്ദേശമാണ് ഓശാന ഞായർ നൽകുന്നത്. ഓശാനയോടെ വിശുദ്ധ വാരാചരണത്തിനും തുടക്കമായി. യേശുദേവന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് ക്രൈസ്തവ സമൂഹം കുരുത്തോല പെരുന്നാൾ ആചരിച്ചത്. ക്രിസ്തുദേവൻ കുരിശിലേറ്റപ്പെടുന്നതിന് മുൻപ് കഴുതപ്പുറത്തേറി ജെറുസലേമിലേക്ക് വന്നപ്പോൾ ജനങ്ങൾ ഒലിവു മരച്ചില്ലകളും ഈന്തപ്പനയോലകളും വഴിയിൽ വിരിച്ച് ദാവീദിൻ പുത്രന് ഓശാന പാടി വരവേറ്റ സംഭവത്തെ അനുസ്മരിച്ചാണ് വിശ്വാസികൾ ഓശാന പെരുന്നാൾ ആഘോഷിക്കുന്നത്. വലിയ നോമ്പിലെ ഏറ്റവും ഭക്തിസാന്ദ്രമായ വിശുദ്ധവാരത്തിന് ഈ ദിനത്തിലൂടെ തുടക്കമാവുകയാണ്. ലോകം കണ്ടിട്ടുള്ള രാജാക്കന്മാരെല്ലാം കുതിരപ്പുറത്തും തേരിലുമായി സൈന്യത്തിന്റെ അകമ്പടിയോടെ അധികാരം പ്രകടിപ്പിച്ചപ്പോൾ യേശു തെരഞ്ഞെടുത്തത് സമാധാനത്തിന്റെ പ്രതീകമായ ഒരു കഴുതക്കുട്ടിയെയായിരുന്നു. ഭൗതികമായ അധികാരത്തെക്കാൾ ഉപരിയായി സ്നേഹത്തിലൂടെയും വിനയത്തിലൂടെയും മനുഷ്യഹൃദയങ്ങൾ കീഴടക്കാമെന്ന വലിയ പാഠമാണ് ഓശാന നൽകുന്നത്. പള്ളികളിൽ ഓശാനയുടെ ഭാഗമായി വെഞ്ചരിച്ച കുരുത്തോലകൾ വിശ്വാസികൾ വീടുകളിൽ സൂക്ഷിക്കും. വിവിധങ്ങളായ ചടങ്ങുകളാണ് ദേവാലയങ്ങളിൽ ഓശാന ഞായറുമായി ബന്ധപ്പെട്ട് നടന്നത്. നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. കുരുത്തോല പ്രദക്ഷിണവും നടന്നു. പീഡാനുഭവ വാരാചരണത്തിന് തുടക്കം കുറിച്ച് പോരുവഴി മാർ ബസേലിയോസ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ചിൽ ഓശാന ഞായർ ആചരിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് എബ്രഹാം മാർ എപ്പിഫാനിയോസ് മെത്രാപ്പൊലീത്ത കാർമ്മികത്വം വഹിച്ചു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.